അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നത്. കുറേ നാളായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. അതാണ് അപ്പോൾ നമ്മൾ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ അതിനോട് അനുബന്ധിച്ച് നമ്മളിന്നൊരു 3D സ്റ്റാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനൊരു 3D പ്രിൻ്ററൊക്കെ എടുത്തു. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു, ഏകദേശം 4 വർഷത്തെ ഒരു ഡ്രീമായിരുന്നു ഒരു 3D പ്രിൻ്റർ എടുത്തിട്ട് കുറച്ച് 3D പ്രിൻ്റർ പാർട്സൊക്കെ ക്രിയേറ്റ് ചെയ്ത് കുറച്ച് പ്രൊജക്റ്റൊക്കെ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ 3D പ്രിൻ്റർ എടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ വൈകാണ്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അതിനുവേണ്ടി നമുക്ക് നമ്മുടെ വർക്ക്ഷോപ്പിലോട്ട് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഒരു 3D പ്രിൻ്റ് സ്റ്റാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ കുറച്ച് പാർട്സ് പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റിൽ ഫൈൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്തെടുത്താലും വർക്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഒരു 12 പീസാണ് ഞാൻ പ്രിൻറ്റ് ചെയ്തെടുത്തതാണ്. ഇത് പ്രിൻറ്റ് ചെയ്ത രീതിയൊന്നും ഞാൻ കാണിക്കുന്നില്ല, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏകദേശം 30 മണിക്കൂർ എടുത്തു ഈ ഒരു 12 പീസ് പ്രിൻറ്റ് ചെയ്തെടുക്കാനായിട്ട്. ടൈമിൻ്റെ കാര്യത്തിൽ കുറച്ച് പ്രശ്നം ഉണ്ട്, അത് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി ഇത്ര പെർഫെക്ഷനിൽ പ്രിൻറ്റ് ചെയ്തെടുക്കാനായിട്ട് നല്ലമാതിരി ടൈം എടുക്കും. പിന്നെ ഞാൻ അതുപോലെ തന്നെ ഇവിടെ ഇതുപോലെ ഒരു RGB സ്ട്രിപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ RGB സ്ട്രിപ്പ് എന്താണ് യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വെക്കാനാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടതായിട്ടുള്ള 2 സ്റ്റെപ്സാണ് ഉള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പീസിൻ്റെ ബാക്കിൽ, അതായത് ഇതിൻ്റെ മൂട്ടിൽ ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കണം. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സ്ട്രിപ്പ്, ഈ ഒരു വലിയ സ്ട്രിപ്പിനെ, ഇതുപോലത്തെ ഈ സ്ട്രിപ്പിനെ നമ്മൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. 3 LED വരാവുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. അതിനകത്തുമ്പോൾ എല്ലാത്തും ഓരോ വയറുകൾ സോൾഡർ ചെയ്ത് ജോയിൻ്റ് അടിച്ചിട്ട് ഇതുപോലെ എല്ലാ പീസുകളും കൂടി ജോയിൻ്റ് ചെയ്തിട്ട് സ്റ്റാർ രൂപത്തിലാക്കിയതിന് ശേഷം ഈ ഒരു പീസ് ഇതിൻ്റെ ഉള്ളിലോട്ട്, ഈ ഹോളിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വെച്ചതിന് ശേഷം ഒട്ടിച്ച് വയ്ക്കണം. അതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്. സോ ഫ്രണ്ട്സ്, ഞാൻ ഇവിടുത്തെ സർക്യൂട്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതാണ് നമ്മുടെ സ്ട്രിപ്പ്. ഈ ഒരു സ്ട്രിപ്സാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. RGB സ്ട്രിപ്പാണ്. 3 LED വരുമ്പോൾ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ കട്ട് ചെയ്തിട്ടാണ് നമ്മളിത് ഓരോ ലീഫിലും കയറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ 9 സ്ട്രിപ്സ് നമുക്ക് വേണം. 9 + 3 12 സ്ട്രിപ്സാണ് നമുക്ക് വേണ്ടത്. അത് നമ്മൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ട്രിപ്സൊക്കെ നമ്മളിങ്ങനെ കണക്ട് ചെയ്യണം. അവിടെ R, G, B, പിന്നെ ഒരു പ്ലസ് ഉണ്ടാവും. അപ്പോൾ R കറക്റ്റ് അപ്പുറത്തെ സ്ട്രിപ്പിലെ Rലോട്ടും, G കറക്റ്റ് അപ്പുറത്തെ സ്ട്രിപ്പിലെ Gലോട്ടും, Y അപ്പുറത്തെ സ്ട്രിപ്പിലെ Yലോട്ടും കറക്റ്റായിട്ട് നമ്മൾ കണക്ട് ചെയ്യണം. ഇങ്ങനെ എല്ലാം കണക്ട് ചെയ്തതിന് ശേഷം ഞാനൊരു കൺട്രോളർ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കൺട്രോളർ. ഈ ഒരു കൺട്രോളറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റിമോട്ട് വഴി നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. 12 വോൾട്ട് DC ആണ് നമ്മൾ ഇതിലോട്ട് കൊടുക്കേണ്ട സപ്ലൈ. അപ്പോൾ കറക്റ്റ് ഇതിൽ നിന്ന് വരുന്ന പ്ലസ്, കറക്റ്റ് ഇതിൻ്റെ ഈ പ്ലസ് എടുത്ത് നമ്മൾ പ്ലസ്സിലോട്ടും, R എടുത്ത് നമ്മൾ കറക്റ്റ് Rലോട്ടും, G എടുത്ത് കറക്റ്റ് Gലോട്ടും, അതുപോലെ ബ്ലൂ എടുത്ത് കറക്റ്റ് ബ്ലൂവിലോട്ട് നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഈ ഒരു കൺട്രോളറിലോട്ട് കണക്ട് ചെയ്യുക. അതിനുശേഷം ഇതിലോട്ട് ഒരു 12 വോൾട്ട് സപ്ലൈ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ LED സ്ട്രിപ്സൊക്കെ കത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് കളറും കാര്യങ്ങളും നമുക്ക് നമ്മുടെ ഈ റിമോട്ട് കൺട്രോൾ യൂസ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സർക്യൂട്ടും കാര്യങ്ങളും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ സ്റ്റാറൊക്കെ ഒട്ടിക്കാനായിട്ട് ഒരു രീതിയുണ്ട്. ആ രീതി ഞാനിപ്പോൾ കാണിച്ചു തരാം. അത് തന്നെ ഇതുപോലത്തെ 2 ലീഫ് എടുക്കുക. അതിന് ശേഷം നമുക്ക് വേണ്ടത് ഫ്ലക്സ് ക്യൂക്ക് അല്ലെങ്കിൽ നല്ല കട്ടിയിലോട്ടുന്ന ഏത് പശയിൽ നമുക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ ഈ ഒരു വക്ക് കണ്ടോ, ആ വക്കിൽ നമ്മൾ പതുക്കെ നമ്മുടെ പശ ഇങ്ങനെ തേച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മറ്റേ ലീഫ് എടുത്തിട്ട് ഈ 2 വക്കും ഒരുമിച്ചാവുന്ന രീതിയിൽ ഇങ്ങനെ അങ്ങ് സെറ്റാക്കുക. ഇത്രയ്ക്കുള്ളൂ നമ്മുടെ സ്റ്റാർ ഒട്ടിച്ച് പോകാനുള്ള പണി. അടുത്ത പരിപാടി എന്ന് വെച്ചാൽ അടുത്ത ലീഫ് ഇടുക, അടുത്ത വക്കിലൊട്ടിക്കുക. ഇങ്ങനെ അത് കംപ്ലീറ്റ് ആക്കി വരുമ്പോൾ 12 പീസും ജോയിൻ്റ് അടിക്കുമ്പോഴേക്കും നമ്മളൊരു സ്റ്റാർ അവിടെ ഫോം ചെയ്ത് വരാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഫൈനലി ഫ്രണ്ട്സ്, നമ്മുടെ 3D പ്രിൻ്ററിൽ ആദ്യമായിട്ട് പ്രിൻ്റ് എടുത്ത് നമ്മുടെ സ്റ്റാർ കംപ്ലീറ്റ് ചെയ്തേക്കാണ്. ഇതാണ് നമ്മുടെ സ്റ്റാർ. ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കഷ്ടപ്പെട്ടു, ചെറിയ അലൈൻമെൻറ്റ് വേരിയേഷനൊക്കെ ഉണ്ടായതുകൊണ്ട് ഒട്ടിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് അടിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ ഫുൾ RGB LEDs ആണ് നമുക്ക് യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് വെറൈറ്റീസ് ഓഫ് കളർ ഇതിൻ്റെ ഉള്ളിൽ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ ടെസ്റ്റിലോട്ട് കിടക്കാം. അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം കൂടി ഇവിടെ പറയാനുണ്ട്. അതായത് നമ്മുടെ ഈ സ്റ്റാറിൻ്റെ ഉള്ളിൽ ഞാനൊരു കൺട്രോളർ വെച്ചിട്ടുണ്ട്. അതിലൂടെ 12 വാട്ടിൻ്റെ സപ്ലൈ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിന് മുകളിൽ കൊടുക്കരുത്. അതായത് ചിലപ്പോൾ ഈ 2 വയർ എടുക്കുന്നത് കാണുമ്പോൾ ഡയറക്റ്റ് AC കൊണ്ട് കുത്തും. ഞാൻ ആദ്യം വിചാരിച്ചത് ഇതിൻ്റെ ഉള്ള കൺട്രോളറും പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു LED ഡ്രൈവറും കിട്ടും. 60 രൂപയുടെ ഒരു ഇത്ര ഡ്രൈവർ, അതും കൂടി ഇതിൻ്റെ ഉള്ളിൽ വെക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് ഡ്രൈവർ കിട്ടിയില്ല. അത് കാരണം ഞാനത് വെച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻപുട്ടിൽ, അതായത് ഈ ഒരു വയറിൽ നമ്മൾ 12 വാട്ട് DC ആണ് കൊടുക്കേണ്ടത്. അതിന് മുകളിൽ കൊടുക്കരുത്. കൊടുത്താൽ ഇത് അടിച്ചു പോകും. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ കണക്ഷൻ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇതിലോട്ട് കണക്ഷൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ സ്വിച്ച് ഒന്ന് ഓണാക്കി നോക്കാം. അടിപൊളിയായിട്ടുണ്ട് ഗൈസ്, ഒരു രക്ഷയില്ല. നമ്മുടെ LED സ്റ്റാർ നല്ല അടിപൊളിയായിട്ട് തന്നെ കത്തുന്നുണ്ട്.
അതുപോലെ ഈ ഒരു റിമോട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ LED സ്റ്റാറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഏത് വെളിച്ചമാണോ വേണ്ട, ഏത് കളറാണോ വേണ്ട, ആ കളർ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇവിടെ കുറച്ച് എഫക്ട്സും കാര്യങ്ങളുണ്ട്, ഫ്ലാഷ്, സ്ട്രോബ്, ഫെയ്ഡ്, സ്മൂത്ത്. നമുക്ക് ജസ്റ്റ് ഒക്കെ ഇതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം.